കേരളത്തിൻ്റെ ഗവേണൻസിൽ അഡ്മിനിസ്ട്രേഷനിൽ ഒരു ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ട്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഏരിയയിലാണ് അത് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കണം. ഈ നായനാർ സർക്കാർ പോവുകയും 2001 പുതിയ UDF സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്യുന്നുണ്ട്. UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഈ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഇതേ അൽഫോൺസ് കണ്ണന്താനാണ്. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്നു. എൻട്രൻസ് കമ്മീഷണറുടെ ചുമതലയും പുള്ളിക്കായിരുന്നു. അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു, ഓർമ്മയുണ്ടോ? നാലകത്ത് സൂപ്പി. ഈ നാലകത്ത് സൂപ്പിയായിട്ട് എന്നും തല്ലായിരുന്നു ഇദ്ദേഹം. ഞാനൊരു ബോംബ് പൊട്ടിക്കും എന്ന് ഇദ്ദേഹം ഈ ഉദ്യോഗസ്ഥനായിരിക്കും പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഞാനൊരു ബോംബ് പൊട്ടിക്കുമെന്ന് പറയുന്നത്. ഈ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയും ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറിയും തമ്മിൽ എന്നും തല്ലായിരുന്നു. എന്തുകൊണ്ടാണ്? മന്ത്രിയേക്കാൾ മേലെ നിന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് ചില പ്ലാനുകളുണ്ടായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കാൻ ശേഷിയുള്ള അങ്ങനെ ഒരു ഡിസൈൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം. ആ ഒരു ഡീപ്പ് സ്റ്റേറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്ലെയർ ആയിട്ടുള്ള അൽഫോൺസിനെ സംബന്ധിച്ച്, ആ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ പിറകിൽ ആരാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേരളത്തിൽ. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്ലെയറായിട്ടുള്ള അൽഫോൺസ് കണ്ണന്താനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഫയൽ മൂവിപ്പിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അവിശ്വസനീയമാണ്. പക്ഷേ അങ്ങനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതമില്ലെന്നാണ് ഞാൻ പറയാം. ഇതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ ഞാൻ പറയാം. ഈ പറയുന്ന മന്ത്രിസഭയുടെ കാലാവധി കഴിയുന്നു. UDF മന്ത്രിസഭയുടെ കാലാവധി കഴിയുന്നു. 2006 പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ സമയത്ത് അൽഫോൺസ് കണ്ണന്താൻ ആരാണ്? LDFൻ്റെ സ്ഥാനാർത്ഥിയാണെന്ന്. CPMൻ്റെ സ്ഥാനാർത്ഥിയാണ് കാഞ്ഞിരപ്പള്ളിയിൽ. അദ്ദേഹത്തിൻ്റെ ടെനർ കഴിയുന്നു. അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നു. അവിടെ CPMൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു കാഞ്ഞിരപ്പള്ളിയിൽ. MLA ആവുന്നു. അയാൾ MLA ടെനർ കഴിയുന്നു. കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇദ്ദേഹം BJPയുടെ നേതാവാകുന്നു. പിന്നീട് വരുന്ന BJP മന്ത്രിസഭയിൽ മന്ത്രിയാകുന്നു. LDF MLA ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി, CPMൻ്റെ MLA, BJPയുടെ മന്ത്രിയായപ്പോൾ അദ്ദേഹത്തെ ഏതെങ്കിലും പാർട്ടി നേതാവ് കുലംകുത്തി എന്ന് വിളിച്ചു കേട്ടിട്ടുണ്ടോ? CPMൻ്റെ നേതാവ് അദ്ദേഹത്തെ കുലംകുത്തി എന്ന് വിളിച്ചു കേട്ടിട്ടുണ്ടോ? കുലംകുത്തി എന്ന് വിളിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, മന്ത്രിയായ കണ്ണന്താനത്തെ സ്വീകരിക്കുന്നത് ആരാണ്? പിണറായി വിജയനാണ്. അപ്പോൾ അൽഫോൺസ് കണ്ണന്താനം വേറെ ലെവലാണ്.